ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. എല്ലാവരും അത്താഴമെല്ലാം കഴിച്ചോ? എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് സൺഡേ ആയിട്ട് എല്ലാവർക്കും എന്തൊക്കെയാണ് സ്പെഷ്യൽ? അപ്പോൾ ഞാൻ ഇന്നൊരു തേങ്ങ അരച്ച മീൻകറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്കിന്ന് കിട്ടിയത് മത്തിയാണ്. കാരണം മറ്റ് മീനൊന്നും ഇന്ന് അവിടെ ഇല്ല കാര്യമായിട്ട്. അപ്പോൾ തേങ്ങ അരച്ചിട്ട് മത്തി എങ്ങനെയാണ് കറി വെക്കാമെന്ന് നോക്കി. അപ്പോൾ രാത്രിക്ക് സാധാരണ ഇടയ്ക്ക് ചപ്പാത്തി ദോശയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഗോതമ്പ് ദോശയും മത്തിക്കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മത്തിക്കറി ഉണ്ടാക്കുമ്പോൾ അതിന് എന്തൊക്കെയാണ് നമ്മൾ ആദ്യം ചേർക്കുന്നത് നമുക്ക് നോക്കാം. ഞാൻ 2 തക്കാളി, കാരണം എന്ന് വെച്ചാൽ ഞാൻ തക്കാളിയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. സവാള വളരെ കുറച്ച് ഉപയോഗിക്കുകയുള്ളൂ. അപ്പോൾ ഒരു സവാളേൻ്റെ 1/4 ഭാഗം മാത്രമാണ് ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത്. മീൻ കറിയിൽ ഞാൻ അധികം സവാള ഉപയോഗിക്കാറില്ല. അപ്പോൾ 2 തക്കാളി, ഒരു 1/4 ഭാഗം സവാള, ഒരു 5-6 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, ഇതെല്ലാമാണ് ഞാൻ ഇതിനകത്തേക്ക് വെജിറ്റബിൾസായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് കടുക്, ഒരു 1/4 ടീസ്പൂൺ കടുക്, അതേപോലെ 1/4 ടീസ്പൂൺ ഉലുവ, ഇത് എല്ലാം കൂടെ എണ്ണ ചൂടാകുമ്പോൾ അതിനകത്തേക്ക് ഇട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച നമ്മളെ ചേരുവകൾ തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി തേങ്ങയുടെ കൂടെ ഉപയോഗിച്ചു കേട്ടോ. ഇഞ്ചി ഞാൻ ഇതിൻ്റെ കൂടെ സാധാരണ ഈ വഴറ്റുന്നതിൽ ഞാൻ ഇഞ്ചി ഇടില്ല. അപ്പോൾ തക്കാളി, ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം നന്നായി വഴറ്റി, അതിൽ വഴറ്റുന്ന സമയത്ത് നമുക്ക് പെട്ടെന്നൊന്നും തക്കാളി വെന്ത് കിട്ടുന്നില്ലെങ്കിൽ അടച്ച് വെച്ചിട്ട് പിന്നെ ആവിയിൽ വേവും കേട്ടോ നല്ല വൃത്തിക്ക്. അപ്പോൾ കുറച്ച് സമയം മൂടി വെച്ചിട്ട് നമുക്കത് വേവിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് ഇപ്പോൾ നന്നായിട്ടത് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് അതിൻ്റെ മസാലക്കൂട്ടുകൾ ചേർക്കാം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, കാരണം കാശ്മീരി ചില്ലി എന്നല്ല സാദാ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തിട്ട് ഇളക്കിയെടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് പുളി ചേർക്കണം. കുടംപുളി തീർന്നു പോയത് കൊണ്ട് വാളംപുളിയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിനി. അപ്പോൾ വാളംപുളി നന്നായി പിഴിഞ്ഞ് കുറച്ച് സമയം അത് കഴുകിയെടുത്തിട്ട് കുറച്ച് മുമ്പേ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായി പിഴിഞ്ഞെടുത്തിട്ട് നമുക്കിതിനകത്തേക്ക് ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. നമുക്ക് എത്ര ഗ്രേവി വേണം, അതൊരുപാട് ഗ്രേവിയല്ല, നമ്മളെ മസാലക്കൂട്ടിനനുസരിച്ചിട്ടില്ല വെള്ളം ഒഴിച്ചിട്ട് നന്നായി തിളപ്പിക്കണം. അത് നന്നായി തിളപ്പിക്കണം. ഇപ്പം ഞാനങ്ങനെ കുറേ സമയം തവി വെച്ച് ഇളക്കി അതൊക്കെ ഇങ്ങനെ അതിനകത്ത് നല്ല തിള വരുന്ന സമയത്ത് നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ച മത്തി നമ്മൾ കഴുകി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അതിനകത്തേക്ക് ചേർക്കാം. പിന്നെ ഇതിൽ ആവശ്യത്തിന് ഉപ്പും ചേർക്കണം കേട്ടോ. അതാ മീൻ അതിനകത്തേക്ക് ഇട്ട് നന്നായി ഉടഞ്ഞു പോകുന്നതുകൊണ്ട് സ്പൂണുകൊണ്ട് മെല്ലെ തട്ടി വെക്കാനേ പറ്റുള്ളൂ. എന്നിട്ട് അത് അടച്ച് വെച്ചിട്ട് വേവിക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടണം കേട്ടോ. അപ്പോൾ തിളക്കുന്ന സമയത്ത് കറിവേപ്പില ഇടുക. എന്നിട്ട് നമുക്കതിലേക്ക് തേങ്ങ അരച്ച് ചേർക്കണം. അപ്പോൾ കുറച്ച് തേങ്ങയും പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും, ഞാൻ തേങ്ങേൻ്റെ കൂടെയാണ് ഇഞ്ചി അരച്ച് ചേർക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളിങ്ങനെ തേങ്ങേൻ്റെ കൂടെ ഇഞ്ചി അരച്ച് ചേർത്തിട്ട് ഇങ്ങനെ ഒരു ചെറിയ ഉള്ളിയും കൂടെ, കുഞ്ഞുള്ളി ഒന്ന് ചേർത്താൽ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും. ഞാൻ പിന്നെ അത് ചേർത്തിട്ടില്ല. അപ്പോൾ തേങ്ങയും ഇഞ്ചിയും കൂടെ അരച്ചത് അതിനകത്തേക്ക് ചേർത്തു. എന്നിട്ടത് മെല്ലെ ഉടഞ്ഞു പോവാതെ സ്പൂൺ കൊണ്ട് മെല്ലെ ഒന്ന് അനക്കി വെച്ചാൽ മതി. എന്നിട്ടത് നന്നായി തിളച്ച് വരുന്ന സമയത്ത് അതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടണം.
കുറച്ച് എന്നിട്ട് അതൊന്ന് നന്നായി ഇളക്കി ചെറിയ തീയിലൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. എന്നിട്ട് അത് പിന്നെ നല്ല ഗോതമ്പ് ദോശേൻ്റെ കൂടെ ഈ മീൻ കറിയും കൂട്ടി കഴിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ, നല്ല ടേസ്റ്റാവും.